നമസ്കാരം. ഡിവൈഎഫ്ഐ എന്ന സംഘടനയിൽ നിൽക്കുന്ന ചിലരുടെയെല്ലാം സാമൂഹിക നന്മയിലൂന്നിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ഈ വല്ലാത്ത രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന കൂടുതൽ വ്യത്യസ്തമാകുന്നു എന്നതിനെ സംബന്ധിച്ച് അവർ നടത്തുന്ന ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട് ബാക്കിയുള്ള സംഘടനകളെക്കാൾ ഏറ്റവും കൂടുതൽ ഡിവൈഎഫ്ഐ ജനങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് അത് കൂടുതൽ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അവർ കർമ്മനിരതരാണ്. ജനങ്ങൾക്ക് വേണ്ടി ഏത് സന്ദർഭത്തിലും, അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, അവർ കർമ്മോത്സുകരാണ്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാനിടയായി. കഴിഞ്ഞ ദിവസം പരശുറാം എക്സ്പ്രസിൽ ഉണ്ടായ ഒരു സംഭവവികാസത്തെ പറ്റിയും അതിലൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ഇടപെടലുമാണ് വളരെയധികം പ്രശംസനീയമെന്ന് തോന്നിയ ഇടപെടൽ എന്ന് പറയേണ്ടി വരികയാണ്. കണ്ണൂരുള്ള റാസിൻ പലേരി എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയേണ്ടതുണ്ട്. കാര്യം ഡിവൈഎഫ്ഐ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അവർ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളൊന്നും വാർത്തയല്ല എന്ന് കരുതിക്കൊണ്ട് അവർ ജനങ്ങളെ ചില പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ വലിയ ദുർഘടമായ സന്ദർഭത്തിൽ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി പലപ്പോഴും ജനം വേണ്ടത്ര രീതിയിൽ അറിയാതെ പോകുന്നുണ്ട്. അത്തരമൊരു ഇടപെടലാണ് റസിൻ പലേരി കഴിഞ്ഞ ദിവസം പരശുറാം എക്സ്പ്രസിൽ നടത്തിയത്. അതായത് ഒരു യുവതിയുടെ ഫോൺ ട്രെയിനിൽ നിന്ന് കൈമോശം വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി ഡിവൈഎഫ്ഐ എന്ന സംഘടനയിലൂടെ അതിനെ തിരികെ എത്തിച്ചു കൊടുക്കുകയും എന്നാൽ ആ ഫോൺ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ദുരനുഭവത്തെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്തുകൊണ്ടൊരു വാർത്തയെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം അനുഭവക്കുറിപ്പുകളെങ്കിലും കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പങ്ങൾ കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കർമ്മനിരതരാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രചോദിതരാകേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിനെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. റസിൻ പലേരി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഈ പോസ്റ്റ് അത് മാധ്യമങ്ങളിലൊന്നും വാർത്തയല്ലെങ്കിലും നാട്ടുകാർ അറിയേണ്ടതുണ്ടല്ലോ. ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്. ഒരല്പം അഭിമാനത്തോടെയാണ്, അതിലേറെ സന്തോഷത്തിലാണ് ഈ പോസ്റ്റ് നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം പോയി ഇന്ന് കാലത്ത് കണ്ണൂരിലേക്കുള്ള മടക്കയാത്രയിൽ ചൂട് ചായയും സമൂസയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിലെ സീറ്റിലെ ഒരു ചേച്ചി അയ്യോ പോയേ എന്ന് പറഞ്ഞ് പുറത്തു നോക്കി കരയുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, എന്തു പറ്റിയെന്ന് അടുത്തു പോയി ചോദിച്ചു. എൻ്റെ ഫോൺ താഴെ പോയി എന്ന് മറുപടി. ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല, കൂട്ടത്തിൽ ആരോ പറഞ്ഞു. ചങ്ങല വലിക്കൂ എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു. വേണ്ട, വണ്ടിയുടെ ചുമരിൽ പതിച്ച എമർജൻസി നമ്പറിൽ വിളിക്കാൻ ചിലർ പറഞ്ഞു. ഉടൻ ഞാൻ പോയി ആ നമ്പറിൽ വിളിച്ചു. സാർ, എറണാകുളത്ത് നിന്നും വരുന്ന പരശുറാം എക്സ്പ്രസിൽ നിന്നും ഒരാളുടെ ഫോൺ അബദ്ധത്തിൽ താഴെ വീണു. സമയവും വീണ സ്റ്റോപ്പും സഹിതം പറഞ്ഞു. അവരുടെ മറുപടി ഞങ്ങൾ ഒരു നമ്പർ തരാം, അതിൽ വിളിക്കൂ എന്നാണ്. നമ്പർ തന്നു. അവരുടെയും മറുപടി ഞങ്ങൾ ഒരു നമ്പർ തരാം, അതിൽ വിളി എന്നാണ്. 3-4 നമ്പറിൽ വിളിച്ചു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം ഒരു സാറിനെ വിളിച്ചു. ആ സാർ പറഞ്ഞത് നിങ്ങൾ പോകുന്ന ഇടത്തെത്തി അവിടെ നിന്നും തിരിച്ചു വാ, എന്നിട്ട് എടുത്തോ എന്നാണ്. ആ ചേച്ചി മോളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ്. കോഴിക്കോട് ആരുടെയും നമ്പറില്ല, കയ്യിൽ പൈസയും ഇല്ല, ഫോണിൽ ഗൂഗിൾ പേ സൗകര്യം മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണ് ഞാൻ പോയി സംസാരിക്കുന്നത്. കൂട്ടത്തിൽ പേരറിയാത്ത ഒരു ചേട്ടൻ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്, എൻ്റെ കയ്യിൽ ചെറിയ പൈസയുള്ളൂ എന്ന് പറഞ്ഞ് ആ ചേച്ചിക്ക് ആ പണം കൊടുത്തു. ഒരു നന്ദി പോലും തിരിച്ചു വാങ്ങാതെ ആ നല്ല മനുഷ്യൻ ട്രെയിൻ ഇറങ്ങി. എൻ്റെ വഴിയിൽ ഒരു വഴിയുമില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ മേഖലാ സഖാവ് നിമിഷ ദോർമാനെ വിളിക്കുന്നതും ഞാൻ കാര്യം പറഞ്ഞു. ഡിവൈഎഫ്ഐ കണ്ണൂർ മേഖലാ സഖാവ് നിമിഷ ദോർമാനെ വിളിക്കുന്നതും ഞാൻ കാര്യം പറയുന്നതും. ഉടൻ തൃശൂർ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശ്രീലാലിന്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടൻ ചാലക്കുടിയുള്ള ഒരു സഖാവിന്റെ നമ്പർ തന്നു, പേര് ഷബീർ. സഖാവിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറയും മുമ്പ് ഞാൻ വിളിച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീലാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഷബീർ സഖാവ് ഫോൺ വീണ ചേച്ചിയോട് സംസാരിച്ചു. എന്നിട്ട് ചാലക്കുടി സ്റ്റേഷൻ CITU യൂണിറ്റ് സെക്രട്ടറിയുടെയും നമ്പർ തന്നു. സഖാവും തിരച്ചിൽ മുഴുകി. ഇടയ്ക്ക് ജില്ലാ പ്രസിഡന്റ് എന്നെ വിളിച്ച് പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ധൈര്യമായി ഇരിക്കാൻ ആ ചേച്ചിയോട് പറയാൻ പറഞ്ഞു. പേരോ നാടോ അറിയാത്ത ആ ചേച്ചിക്ക് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. നാട്ടിൽ ചോറ് കൊടുത്തും ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുത്തും നാടിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന എൻ്റെ സംഘടനയുടെ ജില്ലാ നേതൃത്വം നൽകുന്ന ഉറപ്പാണ്. ഫോൺ ഇന്ന് രാത്രിക്ക് മുൻപിൽ ചേച്ചിക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. ചേച്ചി കോഴിക്കോട് ഇറങ്ങി. എൻ്റെ യാത്ര കണ്ണൂരിലേക്ക് തുടർന്നു. വടകര എത്തുമ്പോൾ എനിക്കൊരു കോൾ. മോനെ, എൻ്റെ ഫോൺ കിട്ടി, വളരെ ഉപകാരം, എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല.
ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നീ ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കല്ല നന്ദി പറയേണ്ടത്, ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിക്കാണെന്ന്. ആയിക്കോട്ടെ മോനെ, മറക്കില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പതിവ് പോലെ ട്രെയിൻ ലേറ്റ് ആണെങ്കിലും അതിന്റെ ഒരു മുഷിപ്പും തോന്നാത്ത യാത്രാനുഭവമായിരുന്നു ഇന്ന് എനിക്കുണ്ടായത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്ര സുന്ദരമാണ് നമ്മുടെ നാടും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും. ഡിവൈഎഫ്ഐക്കാരൻ എന്ന് പറയുമ്പോൾ ചോര തിളച്ച് അഭിമാനം കൊള്ളാറുണ്ട്. അതിൽ എന്നും അഭിമാനിക്കുന്നു. നന്ദി ഡിവൈഎഫ്ഐ. ഇതാണ് ആ ചെറുപ്പക്കാരന്റെ പോസ്റ്റ്. വളരെയധികം ഹൃദയസ്പർശിയല്ലേ. ഒരു പ്രതിസന്ധിയിലായിപ്പോയി. അതായത് മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന സന്ദർഭത്തിൽ കയ്യിൽ നിന്ന് ഫോണ് പോകുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. കയ്യിൽ 5 പൈസയില്ല, ഗൂഗിൾ പേയിൽ മാത്രം കാശായി പോകുന്ന ഒരു അവസ്ഥ. നമ്മൾ ആ സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ ട്രെയിൻ വിട്ടുപോവുകയാണ്. പിന്നീട് ആ ഫോൺ കണ്ടെത്താൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ തയ്യാറാകുന്നുണ്ട്. ഓരോ മേഖലയിൽ അവർ ഇടപെട്ട് അവരുടെ ആവശ്യം അറിയിക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ത്വരിത വേഗതയിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു, കണ്ടെത്തുന്നു, തിരിച്ചു കൊടുക്കുന്നു. എത്ര മനോഹരമാണ് ചില മനുഷ്യർ. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥമായി ജീവിച്ചിരിക്കുന്നവർ കാണേണ്ട അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു അനുഭവമാണ്. കാര്യം നമ്മളെ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫോൺ കോളിലൂടെ ഒരു സഹായം ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്. ആ ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐ എന്നൊരു സംഘടനയുടെ ഭാഗമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. അവർ നടത്തിയ ഇടപെടൽ എത്ര മനോഹരമായിരുന്നു. ആ സ്ത്രീ മരണം വരെ മറക്കാത്ത ഉപകാരം. കാര്യം അത്രമാത്രം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം കൂടി സംഭവിച്ചാൽ ജീവിതം എത്രമാത്രം ഇരുളടയുന്നൊരു മുഹൂർത്തമായിരിക്കും. ആ മുഹൂർത്തത്തിൽ വെളിച്ചം പകരാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ഇടപെടലുണ്ടല്ലോ, അത് മുക്തകണ്ഠം പ്രശംസനീയമാണ്. ഈ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. ഇതായിരിക്കണം മനുഷ്യ സ്നേഹം, ഇതായിരിക്കണം മാനവികത എന്ന് പറയേണ്ട സന്ദർഭം. എന്തായാലും ആ സംഭവത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ റസിൻ പലേരിയും പ്രത്യേക അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഇടപെടലുകൾ തന്നെയാണ് ഇന്നത്തെ നാട്ടിലെ ചെറുപ്പങ്ങളിൽ നിന്ന് ഈ നാട് ആഗ്രഹിക്കുന്നത്. അതിന് യോജിച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഡിവൈഎഫ്ഐ സംഘടനയിലുള്ളവർ ചെയ്യുന്നു എന്ന് ഈ ഒരു ഉദാഹരണം തെളിയിക്കുകയാണ്.